സിനിമ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. അത് തിയേറ്ററിൽ എത്തുമ്പോൾ കാണുക, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. പോസ്റ്ററുകൾ ഒട്ടിച്ചും ആരാധന കൊണ്ടും നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് എന്ന് പറഞ്ഞ അതേ സൂപ്പർ താരം തന്റെ താരശോഭയെല്ലാം പ്രേക്ഷകർക്ക് സമർപ്പിച്ച് നന്ദിയോടെ റേസിംഗ് ട്രാക്കിലേക്ക് മടങ്ങുക പതിവാണ്. സിനിമാ അഭിനയം ഞാൻ പണം വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. കാഴ്ചക്കാർ പണം മുടക്കിയാണ് അത് കാണാനെത്തുന്നതും. അവരോട് നീതി പുലർത്തുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന താരം ഏറ്റവും പുതിയ ചിത്രവുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നതും യാതൊരു ആഘോഷവും കൂടാതെയാണ്. പക്ഷേ തിയേറ്ററിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഉള്ളു നിറയ്ക്കുന്ന സ്റ്റൈൽ ആൻഡ് ആക്ഷൻ പാക്ഡ് ആയ ഒരു അട്ടഹാസത്തിനായാണ്. എത്ര അരുതെന്ന് പറഞ്ഞാലും അൻപോട് മക്കൾ തലയെന്ന് വിളിക്കുന്ന അജിത് കുമാറിന്റെ വിടാമുയർച്ചയ്ക്കായാണ്. കോടിക്കണക്കുകൾ കൊണ്ടും പൊടിമാറിക്കുന്ന തിയേറ്റർ അനുഭവങ്ങൾ കൊണ്ടും പുത്തൻ പരീക്ഷണങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ മറ്റെല്ലാ ഇൻഡസ്ട്രികളെയും വിറപ്പിച്ചിരുന്ന തമിഴ് കൊട്ടകകൾക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾക്ക് ഒരു മറുപടിയാകും വിടാമുയർച്ച എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷങ്ങളിൽ തിയേറ്ററിലെത്തിയ വമ്പൻ പടങ്ങളെല്ലാം നഷ്ടക്കച്ചവടങ്ങളിലും ആവറേജ് പ്രതികരണങ്ങളിലും ഒതുങ്ങിയപ്പോഴും 2025 ലൈനപ്പുകൾ ഒരു മടക്കം ഉറപ്പു നൽകുന്നതായി. അതിലെ ആദ്യ ബിഗ് ബജറ്റ് സൂപ്പർ സ്റ്റാർ മൂവി കൂടിയാണ് വിടാമുയർച്ചി. തമിഴ് തിരുമേനയുടെ സംവിധാനത്തിൽ അജിത്തും തൃഷയും ഒന്നിക്കുന്ന പുതിയ ചിത്രം പതിവ് പോലെ ശ്രദ്ധ നേടുന്നത് അജിത്തിന്റെ റിസ്കി ഷൂട്ടിംഗ് അനുഭവത്തിലൂടെയാണ്. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ അജിത്ത് ഓടിച്ച കാർ തല കീഴായി മറയുന്ന കാഴ്ച പ്രേക്ഷകരെ ഞെട്ടിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ ക്രെയിനിൽ പൊക്കിയെടുത്ത അതേ വാഹനം 360 ഡിഗ്രിയിൽ കറക്കിയെടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ വന്നു. അതോടെ ഹൈലി എൻഗേജിംഗ് ആക്ഷൻ മൂവിക്കായുള്ള ആകാംക്ഷ ആരാധകർക്കിടയിൽ ശരവേഗം വർദ്ധിച്ചു. അയാളുടെ ചിത്രങ്ങളിൽ ഇത്തരം സാഹസങ്ങൾക്ക് ഒരു കാലത്തും പഞ്ഞം ഉണ്ടായിട്ടില്ല. വലിമ എന്ന ചിത്രത്തിലെ ബൈക്ക് സ്റ്റണ്ടും മങ്കാത്തയ്ക്ക് വേണ്ടിയുള്ള കാർ സ്റ്റണ്ടും അത്തരം സാഹസങ്ങളിൽ പെടും. ബില്ല 2വിന്റെ ക്ലൈമാക്സിലെ ഹെലികോപ്റ്റർ ഫൈറ്റും ഒരുപക്ഷെ അജിത്തിന് മാത്രം സാധിക്കുന്ന റിസ്കുകളാണ്. ആരംഭത്തിൽ പോലീസ് വാഹനത്തെ ചേസ് ചെയ്തെത്തുന്ന കാറിലേക്ക് കയ്യിലൊരു ഗണ്ണുമായി അയാൾ എടുത്തു ചാടുന്നത് അത്ഭുതത്തോടെയും തെല്ല് ഭയത്തോടെയുമാണ് ആരാധകർ കണ്ടിരുന്നത്. എന്നാൽ തുനിവ് വരെയുള്ള അടുത്ത കാലങ്ങളിൽ പുറത്തിറങ്ങിയ അജിത് ചിത്രങ്ങളിൽ റോ ആക്ഷൻ പ്രേക്ഷകർക്ക് മിസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അട്ടഹാസങ്ങളും വില്ലനിസം കലർന്ന മാനറിസങ്ങളും ആവർത്തിക്കുന്നതായി ആരാധകർ തന്നെ പരിഭവം പ്രകടിപ്പിച്ചു തുടങ്ങി. അവിടേക്കാണ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റോടെ അജിത് മടങ്ങിയെത്തുന്നത്. വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരുക്കുന്ന ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളിൽ നേർക്കുനേർ നിന്നുള്ള ഇമ്പാക്ട്ഫുൾ ഷോട്ടുകളാണ് ട്രെയിലർ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്ന മേജർ ഫാക്ടർ. കരിയറിന്റെ ആദ്യകാലത്ത് അജിത്ത് സമ്മാനിച്ച പ്രണയാതുരനായ നായകന്മാരെയും ദീനയിലൂടെ കരിയറിൽ ഒരു വഴിത്തിരിവ് സമ്മാനിച്ച രൗദ്രഭാവം കൂടെ കൂട്ടിയ തലയെടുപ്പുള്ള നായകന്മാരെയും മങ്കാത്ത് നൽകിയ പ്രതിനായകന്റെയും കൂടെ ഷെയ്ഡുള്ള നായകന്മാരെയും ചേർത്ത് വെച്ചൊരു കഥാപാത്രത്തെയാണ് വിടാമുയർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഫിസിക്കലി തന്നെ വ്യക്തമായ മാറ്റം അനുഭവപ്പെടുന്ന നായകന്റെ ഗെറ്റപ്പും അതിനെ ബൂസ്റ്റ് ചെയ്തെത്തുന്ന അനിരുദ്ധിന്റെ സംഗീതവും. ഹോളിവുഡ് ചിത്രങ്ങളെ സ്മരിപ്പിക്കുന്ന മേക്കിംഗ് കൂടി എത്തുമ്പോൾ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിൽ അക്ഷമ തുടരാൻ മറ്റെന്ത് വേണം? വിടാമുയർച്ചയുടെ ആദ്യ ടീസർ വന്നപ്പോൾ തന്നെ ചിത്രം 1997 പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന അമേരിക്കൻ ക്രൈം ത്രില്ലറിന്റെ റീമേക്ക് ആണെന്നും കോപ്പി ആണെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ബ്രേക്ക് ഡൗണിന്റെ നിർമ്മാതാക്കളായ പാരമൗണ്ട് പിക്ചേഴ്സ് ലൈക്ക പ്രൊഡക്ഷൻസിന് ലീഗൽ നോട്ടീസ് അയക്കുകയും നഷ്ടപരിഹാരമായി 150 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ചിത്രത്തിലെ സാമ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗൽ നോട്ടീസ് അയക്കുന്നതിനും 3 മാസം മുമ്പ് തന്നെ കോപ്പിറൈറ്റ് അവകാശം കരസ്ഥമാക്കിയിരുന്നതായി നിർമ്മാതാക്കളിൽ ഒരാളായ ചിത്ര ലക്ഷ്മണൻ അവകാശപ്പെട്ടു. എന്നാൽ തർക്കത്തെ തുടർന്ന് റിലീസ് നീട്ടിവെച്ചത് ആരാധകർക്കിടയിൽ പ്രൊഡക്ഷൻ ഹൗസിനോടുള്ള വിദ്വേഷം വർദ്ധിപ്പിച്ചു. അജിത് തന്നെ നായകനായെത്തുന്ന ആദിക് രവിചന്ദ്രൻ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ജനുവരി 10 നിന്നും ഏപ്രിൽ 10 റിലീസ് ഡേറ്റ് മാറ്റിവെച്ചത് വിടാമുയർച്ചയുടെ ജനുവരി റിലീസുമായി ക്ലാഷ് ഉണ്ടാവാതിരിക്കാനായിരുന്നു. പൊങ്കലിന് അജിത് ചിത്രം പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് വലിയ തിരിച്ചടിയായി പെട്ടെന്നുള്ള റിലീസ് മാറ്റങ്ങൾ. എന്നാൽ തർക്കങ്ങളും പരിഭവങ്ങളും സിനിമയുടെ മറ്റു ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ച് ആ നായകൻ തന്റെ സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള ഓട്ടത്തിലാണിപ്പോൾ. തന്റെ ജോലി ഭംഗിയായി പൂർത്തിയാക്കി അയാൾ മറ്റൊരു ട്രാക്കിലേക്കുള്ള യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞു. ഒരു സമയം ഒറ്റക്കാര്യം, റിലീസുകൾ വരാനുണ്ട്, എനിക്ക് ആവലാതിയില്ല, ഇപ്പോൾ റേസിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് അജിത്ത് പറഞ്ഞത്. എന്നത്തെയും പോലെ തന്നെ തന്റെ സിനിമ മക്കൾ നെഞ്ചിലേറ്റുമ്പോൾ അയാൾ ദൂരെ മാറി നിന്ന് ചിരിയോടൊരു ചിത്രം പോസ്റ്റ് ചെയ്യും. ഒരു 10ാം ക്ലാസ്സുകാരനായ മെക്കാനിക്കിനെ, ഭാഗ്യദോഷങ്ങളുടെ നായകനെ അളവില്ലാത്തത്ര സ്നേഹത്തോടെ കരുതലോടെ നെഞ്ചിലേറ്റുന്നതിന് ഒരു നന്ദി സൂചകം കൂടിയാണ് ആ ചിത്രത്തിൽ തെളിയുന്ന അജിത്തിന്റെ പുഞ്ചിരി.